ഒരു ഹദീസാണിത്. ഒരാണിനെ ഒരു ചിത്രം അരുതാത്തത്, ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു വീഡിയോ, വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ, വ്യഭിചാരത്തിന്റെ ചരക്കാരന് ഒന്ന് വഴിപഴപ്പിക്കാൻ സാധിക്കുമോ? സൗന്ദര്യം നാട്ടുകാരോട് ചെന്ന് ചോദിച്ചു, ജുറൈജിനെ ഞാൻ പഴപ്പിക്കട്ടെയോ? അവർ ചോദിച്ചു, നിനക്കതിന് കഴിയോ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ അള്ളാഹു വെളിവാക്കുന്നത് ഒരു തിന്മയെ അവോയ്ഡ് ചെയ്തപ്പോഴാണ്, ഒരു ടെംപ്റ്റേഷൻ മറികടന്ന. എന്ത് ചെയ്യാ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആ വൈഫൈ നിങ്ങളുടെ മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഠം അവർ തച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണുകളാണ് പ്രശ്നം. നിരന്തരമായ ഹറാമുകളുടെ ചിത്രം കാണുമ്പോൾ, ഹറാമായ വീഡിയോ നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണുകളിൽ ഉണ്ടാകുമ്പോൾ, നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് എത്രയോ നന്മകൾ, എത്രയെല്ലാം നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ആകുകയും ചെയ്ത്, ഒരു ഉറുമാൻ പഴത്തിന്റെ വൃക്ഷം നൽകിയ അല്ലാഹു എല്ലാ രാവിലും അയാൾക്ക് അവിടെ ആ പഴം അവിടെ നിന്ന് കായ്ക്കും. ആ വൃക്ഷം ഒരു പഴം നൽകും, ഒരു ഉറുമാൻ പഴം. അത് കഴിച്ച് ജീവിക്കുന്ന ഒരു മഹാൻ 500 കൊല്ലം, വർഷത്തിലൊരിക്കൽ മാത്രം കായ്ക്കുന്ന ആ വൃക്ഷത്തിൽ ദിവസങ്ങളോളം അല്ലാഹു പഴങ്ങൾ നൽകി ആദരിച്ച ബിഅമലി. കരുണ വേണോ റബ്ബേ? 500 കൊല്ലം നിനക്ക് ഞാൻ സുജൂദ് ചെയ്തില്ലയോ? നിന്നെ ഇബാദത്ത് ചെയ്തില്ലയോ? ഒരു തെറ്റുകൾക്ക് സാധ്യതയില്ലാത്ത ലോകത്ത്, ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത കാലത്ത്, മന്യജനങ്ങളില്ലാത്തൊരു സ്ഥലത്ത്, വിജനമായിടത്ത് നിനക്ക് മാത്രം സുജൂദ് ചെയ്ത 500 കൊല്ലത്തെ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമാവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊണ്ടുപോയിക്കോളൂ നരകത്തിലേക്ക്. നിലവിളിച്ചുകൊണ്ട് പറയുന്നു, റബ്ബേ നിന്റെ കരുണയാൽ നിന്റെ സ്വർഗം എനിക്ക് തന്നാൽ മതി, എൻ്റെ കർമ്മം കൊണ്ടല്ല. എൻ്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, 60 70 വയസ്സ് ജീവിക്കുന്ന, മാക്സിമം ഒരു 100 വികാര നിർവഹണത്തിന് സാധ്യമാകുന്ന ഒരു മെഷീനായിട്ട് അവർക്ക് കാണാൻ കഴിയൂ. മനുഷ്യന്റെ മഹത്വം, മനുഷ്യത്വം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലത്രേ. പിടിച്ചുപറികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്, തട്ടിക്കൊണ്ടൽ പോകലുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ മനുഷ്യനായി മാധുര്യമുള്ള ഒരു ഇബാദത്ത് കിട്ടണമെങ്കിൽ കണ്ണിനെ നിയന്ത്രിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു നിയന്ത്രണം മഹാനായ ജുറൈജ് എന്നവർ നടത്തിയപ്പോഴാണ് മഹാനവറുകൾക്ക് അല്ലാഹു അതിനേക്കാളും പലിശയുടെ ഇടപാടുകൾ വരാതെ, ഹലാല് കൊണ്ട് പരിഹാരം അന്വേഷിക്കാതെ തിന്മയിലേക്ക് ഓടുമ്പോൾ ഒന്ന് ഓർക്കണേ, ഒരു ഹറാമ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ ഹലാല് കൊണ്ട് അള്ളാഹു പരിഹാരം തരും. അത് നിങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. മൻ തറക ശൈഅൻ ലില്ലാഹ്, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് കുഴിച്ചിടാ ചെയ്യുക. എന്നിട്ട് വാപ്പ എന്ത് ചെയ്യും? മരിക്കാൻ കാലത്ത് വസീയത്ത് ചെയ്യും, പൊന്നാര മക്കളെ, വാപ്പായുടെ സ്വത്ത് അവിടെ കുഴിച്ചു നോക്കിയാൽ സാധനം കിട്ടും. അങ്ങനെയാണ് അന്നത്തെ ബാങ്ക്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഴിച്ചിടുമായിരുന്നു. തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, 2 പേരും ഒരു വിധികർത്താവിന്റെ മുമ്പിലേക്ക് ചെന്നു. പരിഹാരം വേണം. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വാങ്ങിച്ച ആൾ എനിക്കിത് വേണ്ടെന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിറ്റ ആൾ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞത്. 2 പേരും എത്രയോ നല്ല മുഅ്മിനീങ്ങൾ മാതൃകയാക്കേണ്ട കല്യാണം നടത്താൻ കഴിയാതെ വിഷമിക്കുന്ന കാലഘട്ടമാണിത്. വിഷമങ്ങൾ, മക്കളുടെ വിവാഹമാണ് ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷം. അങ്ങനത്തെ ഒരു കല്യാണം നടക്കുമ്പോൾ കുട്ടി ഓടിപ്പോയപ്പോ എന്തായിരിക്കും? 1000 ദീനാർ കടം തരുമോ എന്ന് ചോദിച്ചു. കടം തരുമോ? ഞാൻ ചോദിക്കട്ടെ, ഖുർആനിലെ ഏറ്റവും നീളമുള്ളൊരു ആയത്തില്ലേ, ഒരു പേജ് നീളമുള്ള ആയത്ത്, അതിന്റെ പേരെന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയത്തു ദൈൻ എന്നാണ്. കടത്തെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ ഒരു പേജ്. ഇങ്ങനെയൊക്കെയാണോ മുസ്ലിമീങ്ങളാവേണ്ടത്? മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, മസലുൽ ഗനിയ്യി ദുൽമുൻ, കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ അത് തിരിച്ചു കൊടുക്കാതെ കടം കൊടുത്ത ആളെ ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ അക്രമികളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസലുൽ ഗനിയ്യി ദുൽമുൻ, സമ്പത്ത് കൊടുക്കാനുണ്ടായിരിക്കെ കൊടുക്കാതിരിക്കുന്നത് ദുൽമാണ്, അക്രമമാണ്.
ഓരോരോ വരവിൽ അവൻ വാഹനം മാറ്റുന്നുണ്ട്, മൊബൈൽ ഫോണുകൾ മാറ്റുന്നുണ്ട്, ആർഭാടങ്ങൾ ചമയുന്നുണ്ട്. പക്ഷേ കടം വാങ്ങിച്ച ദീനാറിന്റെ കോയിനുകൾ അതിന്റെ ഉള്ളിൽ കടലിൽ ഞാൻ ആ മരം ഒഴുക്കിക്കളയുന്നു. ഞാൻ ആരിൽ നിന്ന് കടം വാങ്ങിച്ചുവോ അയാൾക്കിത് എത്തിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥനയും ഒരു കടലാസിൽ എഴുതി വെച്ചിട്ട് ഒരു മരക്കഷ്ണത്തിന്റെ ഉള്ളിൽ അടച്ചു വെച്ച് കടലിൽ ഒഴുക്കിക്കളഞ്ഞ പരിശുദ്ധമായ ഹദീസ് ഇമാമുന ബുഖാരി തങ്ങൾ എടുക്കുന്ന കഫാലത്ത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച വന്നപ്പോ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചു ഈ ഹദീസ്. റബ്ബേ, നിനക്കറിയുമല്ലോ, നിന്നെ സാക്ഷി നിർത്തിയാണ് ഞാനിത് വാങ്ങിച്ചത്. നിനക്കറിയുമല്ലോ റബ്ബേ, എന്റെ ജാമ്യക്കാരൻ നീയാണ്. അല്ലാഹുവേ, നിങ്ങളുടെ മുമ്പിലേക്ക് അയാളോട് പറഞ്ഞു, ക്ഷമിക്കണേ, മാസങ്ങളായി നിങ്ങൾക്കിത് തരാൻ ഞാൻ ഒരുക്കി വെച്ചിട്ട് എനിക്കിത് നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയാതെ പോയി. ഒരു വാഹനം കയറി വരാൻ കഴിയാതെ, ഒരു കപ്പൽ കിട്ടാതെ, ബോട്ട് കിട്ടാതെ. അതുകൊണ്ട് ക്ഷമിക്കണേ, ഇതാ നിങ്ങളുടെ 1000 ദീനാർ. എന്റെ മുഅ്മിനീങ്ങളോടൊരു ഹദീസ് കൂടെ പറയട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ ആ കടം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയം വരെ നിങ്ങൾ എത്രയാണോ കൊടുത്തത് ആ സംഖ്യക്ക് എത്രയാണോ കടം കൊടുത്തത് അതിന്റെ ഡബിൾ ഇരട്ടി നിങ്ങൾ സ്വതക്ക ചെയ്ത കൂലി അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കുകാരന് വേണ്ടി ഓടുന്നവർ, ബാങ്കുകാർ തരുന്ന ലാഭം കിട്ടാൻ വേണ്ടി ഓടുന്നവർ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പലിശരഹിതയുള്ള വായ്പ നൽകുന്ന സംവിധാനങ്ങൾ നമ്മുടെ പാറക്കടവിലില്ലേ? അൽഹംദുലില്ലാഹ്, എത്രയോ നല്ല സംഭവങ്ങൾ. നിങ്ങളാ കൊടുത്തയച്ച എഴുത്തും 1000 ദീനാറും അല്ലാഹു എന്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നിരിക്കുന്നു. അല്ലാഹു നിങ്ങളുടെ കടം നിങ്ങളറിയാതെ, നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം കടലിന്റെ ഓളങ്ങളെ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ആ വലിയ മരത്തടിയെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശം നന്നായപ്പോ അല്ലാഹു നിങ്ങൾക്കത് എളുപ്പമാക്കി തന്നിരിക്കുന്നു. മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. നിങ്ങൾ അല്ലാഹുവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ്. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നല്ല നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ദുആ ചെയ്തിട്ട് ശരിക്കൊന്ന് കഴുകി ശുദ്ധിയായിട്ട് പോകണമെന്ന് അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ദീനി ദഅവത്ത് എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നമ്മുടെ സുഹൃത്ത് നടത്തുന്ന ആ ഗ്രൂപ്പിലൂടെയാണ് ഇന്നത്തെ കുടിവെള്ളം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. വെള്ളം കൊടുത്തില്ല എല്ലാവർക്കും? അല്ല, കുറച്ചുകൂടി വെള്ളം ബാക്കിയുണ്ട്. അൽഹംദുലില്ലാഹ്. അവിടെ കിട്ടാത്തവരെ 5000 ബാക്കിയുണ്ട്. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവും. കൊടുത്തോൾക്ക് തന്നെ ഒന്നുകൂടി കൊടുത്തേക്ക്. വെള്ളം നല്ലോണം കുടിച്ചോളി. കിഡ്നിന്റെ അസുഖം വരിക എന്നൊക്കെ പറഞ്ഞാൽ കിഡ്നി അസുഖം മാറണേ എന്നുള്ളതാണ് ദ്വാരക്കുണ്ട് നമ്മൾ. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ നല്ല വെള്ളം കുടിക്കും വേണം, ശുദ്ധമായ വെള്ളം കുടിക്കും. അല്ലാഹു സമ്പത്ത് നൽകുന്നതെങ്കിൽ, റിസ്ക് തരുന്നത് വിദ്യാഭ്യാസമാണ്, അല്ലാഹു അല്ല എന്ന് തോന്നിപ്പോകുന്ന. അതുകൊണ്ട് അല്ലാഹു ഒരുപാട് ഡിഗ്രിക്ക് മേൽ ഡിഗ്രിയുമുള്ള ആളുകൾക്ക് ഒരു പണിയില്ലാതെ നടക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് നിർത്തിപ്പോയവർ വലിയ മുതലാളിമാരായിട്ടുണ്ട്. അതിന്റെ അർത്ഥം റിസ്ക് അള്ളാന്റെ കയ്യിലാണ്. പക്ഷേ നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസം എന്തിനാണ്? ഇൽമിന് വേണ്ടിയാണ്. നാഷണൽ കോഴ്സുകളൊക്കെ പഠിക്കണം, പക്ഷേ തവക്കുലാക്കണം. റബ്ബേ, നിന്നെ ഏൽപ്പിച്ചു പടച്ചവനെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് പകരം തരും. മഹാനായ ഇമാമുയാണ്, ഭക്ഷണം എവിടെ? ഹുനൈഅ നർജു റഹ്മത്തല്ലാഹ്. ഒരൽപ്പം കഴിഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് വരും, നിങ്ങൾ കാത്തിരിക്കണേ. കുറെ നേരം കഴിഞ്ഞു, പെണ്ണെ ഭക്ഷണമൊന്നും കിട്ടിയില്ലല്ലോ, വല്ലാത്ത വിശപ്പുണ്ടല്ലോ. അവര് പറഞ്ഞു, നിങ്ങളൊന്ന് നിൽക്കിൻ, ഇപ്പോൾ നമ്മുടെ കലം വെന്ത് കാണും, ഞാനൊന്ന് കിച്ചണിൽ പോയി നോക്കട്ടെ. അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ മഹാനായ നബി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി അലൈഹി വസല്ലം, അത്ഭുതം നടക്കുകയാണ് അവിടെ. അവിടെയുണ്ടൊരു ഗ്രൈൻഡർ. റഹ എന്ന അറബിയിൽ പറയും. ഉസ്താദുമാരൊക്കെ ആസുകല്ല് എന്നർത്ഥം എടുത്തില്ലായിരുന്നുവെങ്കിൽ, ഇതുപോലെ ഉമ്മയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ. ഹാജർ എന്നാണ്, എന്തല്ല ഹാജറ എന്നല്ല, ഹാജർ റളിയല്ലാഹു അൻഹ. സൈനബ്, നമ്മൾ സൈനബ എന്നാ പറയല്ലേ, ശരിക്കും സൈനബ് എന്നേ ഉള്ളൂ. 4 അക്ഷരേ ഉള്ളൂ. സൈനബ അല്ല, സൈനബ്. ചില ആളുകൾക്കൊക്കെ അത്ഭുതം കാണും. അങ്ങനെ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ വിചാരിച്ചു, അതങ്ങ് നടന്നു.
എങ്ങനെ നടക്കുന്നു വിചാരിച്ചിരുന്നില്ല. യാ അല്ലാഹ്, അത് എത്ര നടന്നത്. അങ്ങനെയൊക്കെ ചില അത്ഭുതങ്ങൾ കാണും. മഹാനായ അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ ശിബിലി തങ്ങൾ ലോക പ്രശസ്ത സാഹിദാണ്, വലിയ പണ്ഡിതനായിരുന്നു. ഭാര്യയ്ക്ക് ഇച്ചിരി കാര്യമില്ല, അടിയായിരിക്കും അവിടെ. അതുകൊണ്ട് വേഗം പള്ളിയിൽ പോവാ. കാരണം ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി, ഇറച്ചി തരാൻ വേണ്ടി ളുഹർ നിസ്കരിച്ചു, അവിടെ തന്നെ ഇരുന്നു. അശർ നിസ്കാരം കഴിഞ്ഞ് കുറെ നേരം ഇരുന്നു. കുറെ സമയം കഴിഞ്ഞ് എങ്ങാനും വല്ല ചൂടുണ്ടെങ്കിലൊക്കെ ആറാൻ നേരമായല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നു അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. വീട്ടിലെത്തിയപ്പോ വാതിൽ തുറന്ന് അകത്ത് കയറണോ എന്നൊക്കെ ഏതോ ഒരു കോഴി തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നപ്പോ പിടിച്ചറുത്ത് കറി വെച്ചൊരു കഥ പറയാറുണ്ട്. ഉറുദുവിൽ ആപ്സെ ആയേ ചോ ആനേദേ, അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ട് അല്ലേ? വെറുതെ കിട്ടുകയാണെങ്കിൽ, അത് സ്വന്തമായിട്ടുണ്ട് വരികയാണെങ്കിൽ വന്നോട്ടെ. അതൊരു പ്രയോഗം, അങ്ങനെ വരാനൊരു കഥ പറയാറുണ്ട്. നിങ്ങൾക്ക് അറിയോ, കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് ലക്നൌവിൽ നടന്നു എന്നാ പറയല്. നമ്മളാട്ട് നിങ്ങൾ പുറത്തു വിട്ടാൽ കുഴപ്പമില്ലല്ലോ, ആരും ഒച്ചപ്പാടുണ്ടാക്കൂലല്ലോ. അപ്പൊ അവിടുത്തെ ഒരു മുല്ലാക്ക അത് സത്യമായി പുലരുകയായിരുന്നു. അള്ളാഹു ചെയ്തു കൊടുക്കാൻ ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ലേ. ചില വീടുകളിലൊക്കെ ഒരുപാട് പെൺമക്കളുള്ള വീടുകൾ, വളരെ പെട്ടെന്ന് അവരുടെ കല്യാണമൊക്കെ നടക്കുന്നു. വാപ്പ അസുഖമായിട്ട് മരിച്ചു, ജ്യേഷ്ഠന്മാർക്കാർക്കും ജോലിയില്ല, എന്നാലും മക്കളുടെ കല്യാണമൊക്കെ റാഹത്തിൽ കഴിഞ്ഞു. എങ്ങനെ അതൊക്കെ നടന്നത് അല്ലാഹു അഅലം. ഏതെങ്കിലും ഉമ്മമാരുടെ മുസല്ലകൾ കണ്ണുനീരുകൊണ്ട് നനഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ദുആയായിരിക്കാം. ഏതെങ്കിലും ആമീനിന്റെ ഫലമായിരിക്കാം. അള്ളാഹുലേക്ക് ചെയ്ത തവക്കുലിന്റെ ഫലമായിരിക്കാം. മൻ തറക ലില്ലാഹ് അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. അല്ലാമ ബർഖി റഹ്മത്തുള്ളാഹി അലൈഹി. റബ്ബേ ഹസ്സൻത ഖൽഖ് നന്നാക്കിയ പോലെ എൻ്റെ ഖുലുഖ് നന്നാക്കി തരണേ, എൻ്റെ ശരീരപ്രകൃതി എന്ന പോലെ എൻ്റെ സ്വഭാവവും നന്നാക്കി തരണേ. അങ്ങനെയാണ്. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ ഇപ്പൊ കാണാൻ കോലൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പൊ ഇത് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ സംശയം വരുന്നുണ്ടോ? ഗ്ലാമറൊന്നും ഇല്ലാത്തപ്പോ എന്തിനാ പറയണത്? എന്റെ ശരീരം നന്നാക്കിയ പോലെ. അത് പണ്ട് മൂസ ബിൻ ഈസാന്റെ സ്നേഹം കൂടിയപ്പോ ഇയാള് പറഞ്ഞു, പൊന്നാര പെണ്ണെ, ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി ഫഅൻതി താലിഖ്. ഈ ചന്ദ്രനേക്കാളും, പൂർണ്ണ ചന്ദ്രനേക്കാളും നിനക്ക് ഭംഗിയില്ലെങ്കിൽ നിന്റെ എല്ലാ മനുഷ്യരെയും എത്രയും മനോഹരമായ പ്രൊപ്പോഷനിലാണ് അള്ളാഹു പടച്ചിരിക്കുന്നത്. അഹ്സനു തഖ്വീം, മനുഷ്യനാണ് ഏറ്റവും നല്ല പ്രകൃതത്താൽ പടക്കപ്പെട്ടവൻ. മനല്ലേ അള്ളാഹു പറയുന്നത്. നിറം കുറവാണെങ്കിലും, കാഴ്ചയ്ക്ക് അത്രങ്ങ് ഭംഗി കുറവാണെങ്കിൽ തന്നെയും എല്ലാ മനുഷ്യരും അഹ്സനു തഖ്വീം എന്ന പദപ്രയോഗത്തിന്റെ താഴെയാണ്. നമ്മളൊക്കെ എല്ലാ ജീവജാലങ്ങളെക്കാളും എല്ലാറ്റിനേക്കാളും മനോഹരമായ പ്രകൃതത്തിലാണ് അള്ളാഹു നമ്മളെയൊക്കെ പടച്ചത്. റബ്ബിനോട് ചോദിക്കൂ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, കാളും നല്ല ഒരാളുണ്ടോ? അങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടണം അല്ലേ? സ്വർഗത്തിലേക്കൊക്കെ ചെല്ലുമ്പോ ദുന്യാവിലെ ഭാര്യമാരെന്നെയാണെന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ ചിലരെങ്കിലൊക്കെ തമാശയിലൊക്കെ ദുന്യാവിൽ തന്നെ അവിടുന്ന് തന്നെയാണോ? ഉലമാ പറയും, കഴിഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ മുമ്പ് കേവലം മനുഷ്യർ എന്ന സ്ഥാനം എന്നല്ല, നബിയായിട്ടില്ല. നബിയാവാത്ത അവസ്ഥയിൽ നബി തങ്ങളുടെ പേഴ്സണൽ ചോയ്സ് പ്രകാരം അവിടുന്ന് കല്യാണം കഴിച്ചത് ഒരാളെ. ായതിന്റെ ശേഷം അമ്പിയാക്കന്മാരിൽ ഒരുപാട് പേരോട് അല്ലാഹു ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കാൻ പറഞ്ഞ പോലെ ഹബീബിനോടും സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമയോട് ചോദിച്ചു, നബി, ഞങ്ങൾ ഉമ്മു സലമ, നിന്നെ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ് നബിയെ, പക്ഷേ അങ്ങേക്ക് എന്നെ ഇഷ്ടമാകുമോ? എന്തേ ഉമ്മു സലമ? എന്റെ ഭർത്താവിനേക്കാളും ഖൈറായ ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തോന്നിയിരിക്കെ തന്നെ ആ ചിന്തയെ മാറ്റിവെക്കുകയും ആ ദുആ ചൊല്ലുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന് പുതിയ പിളയായി അള്ളാഹു നൽകിയില്ലയോ? അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ. ആ മഹദി പറയുന്നു, കൃഷിയിടം നഷ്ടപ്പെട്ടു പോയ പെണ്ണ്, ചരിത്രം അവസാനിച്ചില്ല.
വആമാലനാ മസ്റൂഫത്തുൻ ഇലൈക്. അല്ലാഹുവേ, എന്റെ കൃഷിയിടത്തിൽ ഐസ് കല്ലുകൾ വീണ് നശിച്ചു പോയതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയിൽ നിന്ന് കേട്ട ഈ ദീർഘമായ ചരിത്രം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ തറക ലില്ലാഹ് മൻ തറക ശൈഅൻ ലില്ലാഹ് അവദഹുല്ലാഹു ഖൈറൻ. ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ. 10:30 ആയിട്ടോ, 1.5 മണിക്കൂറായി. വണ്ടി പോവല്ലേ? കീപ് ഗോയിങ്. അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ഇറക്കാൻ പോകുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി നിന്നോട് ചോദിക്കട്ടെ തമ്പുരാനെ. ഒന്നാമത്തെ ആള് പറഞ്ഞ വാക്ക്, അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളെ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിരുന്നു റബ്ബേ, നല്ല ഇഷ്ടമായിരുന്നു. ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. കല്യാണം കഴിക്കുന്നവരെ ഉമ്മയെ വാപ്പയെ നോക്കുന്ന ആളുകൾ കല്യാണം കഴിച്ച് ഭാര്യമാരുടെ വർത്തമാനങ്ങളിൽ കുടുങ്ങി സ്വന്തം മധ്യത്തിൽ നിൽക്കുന്ന വലിതു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലെ വാതിലാണ് വാപ്പ എന്ന് പറയുന്നത്. രണ്ടാള് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മ പാല് കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല. അന്നൊരു രാത്രി നേരം വൈകി ഞാൻ കടന്നു വന്നപ്പോ എന്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉമ്മയെ ഉണർത്തുന്നത് ഭൂഷണമല്ലല്ലോ, ഉമ്മയെ വിഷമിപ്പിക്കുന്നത് ഭൂഷണമല്ലല്ലോ. അതുകൊണ്ട് റബ്ബേ, ഞാൻ ആ പാലിന്റെ പാത്രവും കയ്യിൽ പിടിച്ച്, ഭയങ്കര കൂലിയാണ്, ഉമ്മയെ പ്രവർത്തനം നടത്തിയിട്ട് ഉമ്മയെ വാപ്പയെ കൊണ്ട് ഞാൻ ആ ജോലി ചെയ്ത അന്നൊരു ദിവസം കൂലി വാങ്ങാതെ പോയില്ലയോ? ആ കൂലി എവിടെ? ആ പൈസ എവിടെ? ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങൾ എന്റെ അരികത്തേക്ക് തിരിച്ചു വന്നല്ലോ. നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനമാണ് ഈ മലകൾക്കിടയിൽ കാണുന്ന ആട്ടിൻ പച്ചങ്ങളും ഒട്ടകവും കന്നുകാലികളും ഒക്കെ. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ഞാൻ ചോദിച്ചത് എന്റെ ആ ഒരു ദിവസത്തെ വേതനമാണ്. തീർച്ചയായും ഇത് നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നതാണ്. മുതലാളിമാരെ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളം ഉമ്മയും വാപ്പയും നോക്കും. നാണയം, അതിന്റെ റിയാലോ ദീനാറൊന്നും ഞാൻ പറയണില്ല, 250 വലിയൊരു സംഖ്യ ഡെയിലി ഇയാളെ പോക്കറ്റ് കിട്ടുന്നുണ്ട്. അത് ക്യാമറയിലൂടെ കണ്ടു. 10 കൊല്ലമായുള്ള ഇയാൾ തുടങ്ങിയിട്ട്. സുബ്ഹാനല്ലാഹ്. മുതലാളി പറയാ, എങ്ങനെയാ നമ്മൾ നമ്മുടെ ജോലിക്കാരെ വിശ്വസിക്കുക? നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്, ഇവരിത് എടുക്കുക. അങ്ങനെ എത്രയോ വഞ്ചിക്കുന്ന ആളുകളുണ്ട്. ഇയാളെ പിരിച്ചുവിട്ടില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ തെറ്റ് തിരുത്തണം, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങും. അയാൾ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറഞ്ഞ് മാടുകളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ കഥ പറഞ്ഞു കൊടുത്തു. ഇത് മുഴുവനും നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനത്തിന്റെ ഫലമാണ്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ, റബ്ബേ, ആയിരക്കണക്കിന് ആടുകളും ആടുമാടുകളുണ്ടായിരിക്കെ ഒന്നുപോലും മുതലാളിക്ക് ബാക്കി വെക്കാതെ നിങ്ങൾ അധ്വാനിച്ച മനുഷ്യനല്ലേ, എന്റെ സമ്പത്ത് ഇത്രക്കുണ്ടാക്കി തന്നത് നിങ്ങളല്ലേ എന്ന നന്ദിയിൽ ഒരാടോ ഒരൊട്ടകമോ ഒരു പശുവോ ഒന്നുപോലും റബ്ബേ എനിക്ക് ബാക്കി തരാം. അതുകൊണ്ട് അല്ലാഹുവേ, ആ തിന്മക്ക് ഞാൻ മുതിരുന്ന നേരത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ പെണ്ണൊരു വാക്ക് പറഞ്ഞെന്നോട്, യാ റജുൽ, ചെറുപ്പക്കാരാ, ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ ഭയപ്പെടണേ. വലാ തഫുന്നൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, എന്റെ ചാരിത്രം നശിപ്പിക്കല്ലേ എന്ന് എന്നോട് ആ പെണ്ണ് പറഞ്ഞു. അള്ളാഹുവേ, എന്റെ കൈകാലുകൾ വിറച്ചു. ഒരു തിന്മ നടക്കാൻ പോകുമായിരിക്കെ നിന്നെ മാത്രം ഓർത്തുകൊണ്ട് റബ്ബേ, ആ തിന്മ ചെയ്യാതെ ഞാൻ എഴുന്നേറ്റ് പോന്നത് നിനക്ക് വേണ്ടി ചെയ്തതാണ് റബ്ബേ. അല്ലാഹുവേ, അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരേണമേ. ആ ഒരു പ്രാർത്ഥനയിലാണ് ആ പാറക്കല്ല് ഒരൽപ്പം കൂടെ മാറിക്കൊടുത്തതും 3 പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയതുമെന്ന് ലോകത്തിന്റെ ഗുരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? മുഅ്മിനെ, ജീവിതത്തിൽ വിഷമങ്ങളുണ്ടോ? അതാണ് അത്ഭുതം. അല്ലാഹു അവരുടെയൊക്കെ സ്ഥാനം ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിൽ എത്ര കാലം നന്മ ചെയ്യുന്നുണ്ടോ, എത്ര കൂടുതൽ നന്മ ചെയ്തുവോ അത്രക്ക് മരണത്തിന് ശേഷം ഓർക്കപ്പെടുമെന്നാണ്.
ചിലർ മരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച 2 അനുസ്മരണം കഴിഞ്ഞാൽ തീർന്നു. ചിലർ 4 മാസം, ചിലർ നമ്മൾ 6 മാസം, ചിലതൊരു വാർഷികം, ഒരു ഉറൂസ് അല്ലെങ്കിൽ ഒരു അവരുടെ പേരിൽ ഒരു വാദ പരിപാടി 1 കൊല്ലം 2 കൊല്ലം ഓർത്തു, 5 കൊല്ലം പിന്നെ മറന്നു, പിന്നെ അടുത്ത ആളായി. ചിലര് നമ്മൾ കൊല്ലങ്ങളോളം ഓർക്കും. ചില ആളുകളെ ലോകാവസാനം വരെ വിശ്വാസികൾ ഓർക്കും. ടൂറൊക്കെ പോണ കൂട്ടത്തിലെ എന്ത് ചെയ്യാ, ഇടയ്ക്കൊക്കെ ഒരു മെഡിക്കൽ കോളേജൊക്കെ ഒന്ന് പോയി നോക്കുക എന്ന് പറയാം. ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ജീവിതത്തിന്റെ കഷ്ടപ്പാടും ജീവിതത്തിന്റെ വിലയും അറിയണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. അള്ളാഹു നമ്മുടെ ഖബറാളികൾക്കൊക്കെ പൂർണ്ണരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ് അവിടെ നിൽപ്പുണ്ട്. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ അവരുടെ കിതാബിൽ ഉദ്ധരിച്ച സംഭവമാണിത്. റൗദത്തുൽ മുഹിബ്ബീൻ വനുസ്ഹത്തുൽ മുഷ്താഖീൻ, ഇബ്നുൽ ജൗസിയുടെ കിതാബാണത്. ആ പെണ്ണിനെ കണ്ട മാത്രയിൽ ഇയാൾക്ക് സ്നേഹമായി. കണ്ടപ്പോ ചന്ദ്രകോളം 2 ഉണ്ടോ എന്നെനിക്ക് തോന്നി. പെണ്ണെ, എനിക്ക് നിന്നോട് അനുരാഗമാണ്, എന്റെ ഹൃദയം നിന്നെക്കുറിച്ച് ഓർമ്മയിലാണ്, ഉറക്കം വരാത്ത രാവുകളാണ്, അതുകൊണ്ടൊരു മറുപടി തരണേ, നന്ദി തരണേ, പ്രേമം നിനക്ക് ഞാൻ പകരം തരാം. ആ ഒരു കഷ്ണം കടലാസിൽ എഴുതിയിട്ട് 4 വരികൾ. ആ പെണ്ണ് നല്ല 1ാം നമ്പർ കുട്ടിയാണ്. അങ്ങനത്തെ പെൺകുട്ടികളെ നമുക്ക് വേണ്ടത്. ആ പെണ്ണ് പിശാചിന്റെ കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബലമാണ്. പിശാചിന്റേത് ദുർബല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി എന്ന് പറഞ്ഞാൽ പിശാച് ഓടിപ്പോകും, മറ്റേ ആള് പോവില്ല. അതാ വിഷയം. ഇവിടെയാണ് പെണ്ണുങ്ങൾ പിശാചിനെ തുബിൻ സാഖിൻ വദാനസബിൻ ഇന്ന ശരീഫ ബിഗല്ലി തർഫി മഅറൂഫു. നിങ്ങൾ മാന്യനായ ചെറുപ്പക്കാരനാണെങ്കിൽ, അഭിമാനിയായ ചെറുപ്പക്കാരനാണെങ്കിൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, മാന്യന്മാർ കണ്ണു ചിമ്മുന്നവരാണല്ലോ. മാന്യണം നമ്മുടെ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ വന്ന ഒരു പദപ്രയോഗമായിരിക്കാം എനിക്ക് തോന്നുന്നു. അല്ലാഹു അലം. മുമ്പ് നമുക്ക് വാപ്പണ്ട്, വല്ലിപ്പയുണ്ട്, എളാപ്പയുണ്ട്, മൂച്ചാപ്പയുണ്ട്, അമ്മാവനുണ്ട്, അമ്മായിക്കാക്കയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അയൽവാസിയുണ്ട്, പിന്നെ പരിചിതരല്ലാത്ത ആളുകളുണ്ട്. സ്വന്തം ബാപ്പയും എളാപ്പയോടും പെരുമാറുന്ന പോലെ അയൽപ്പക്കക്കാരനായ ആള് തോളിൽ കൈവച്ചാൽ നോ എന്ന് പറയാനെന്ന് കഴിയുമായിരുന്നു. എന്തുകൊണ്ട്? ഈ ആള് മറ്റേ ആളെ പോലെയല്ല. ഇന്നെന്താ സംഭവിച്ചത്? എളാപ്പയും അങ്കിളാണ്, മൂത്താപ്പയും അങ്കിളാണ്, അമ്മാവനും അങ്കിളാണ്, അയൽപക്കത്തെ ആളും അങ്കിളാണ്. ഏത് അങ്കിളിനോടാണ് കടപ്പാടുള്ളത്? ഏത് അങ്കിളിനോടാണ് നോ പറയേണ്ടത്? ഏത് അങ്കിളിനോടാണ് നമുക്ക് അകലം പാലിക്കേണ്ടത് എന്നും ഇല്ല. അവർ നേരെ മേലോട്ടാ പോയത്. റൂമിലുണ്ട് അമ്മായിയുടെ മോള്, അവിടെ അവരുമായി വർത്തമാനം പറഞ്ഞിരിക്കുക. കുറെ നാളായി കണ്ടു എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വന്നതാ നമ്മുടെ മോളെ. ആയിക്കോട്ടെ. ഇടയ്ക്ക് സ്വന്തം 16 വയസ്സുള്ള മോള് താഴെ ഇറങ്ങി വന്ന് 2-3 മിനിറ്റൊക്കെ വാപ്പയുടെ കൂടെ ഇരുന്ന് പിന്നെ പറഞ്ഞു, ഉപ്പ അമ്മായിയുടെ മോൾ അവിടെ അല്ലേ, അവൾക്ക് താഴെ വരാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വന്നതാ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും അവൾ വരും, 2 മിനിറ്റ്, പിന്നെ പോകും, മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വരും. ഇങ്ങനെ റമദാനാണ്, നോമ്പ് തുറക്കാൻ നേരായി. അപ്പ പറഞ്ഞു, മോളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോമ്പ് തുറക്കാം, അതുകൊണ്ട് മോള് അമ്മായിയുടെ മോളെ വിളിച്ചോ, നമുക്ക് എന്തേ ഒരുമിച്ച് നോമ്പ്. അതിനിപ്പോ അവൾക്ക് നോമ്പില്ല പോലെ. അപ്പൊ ഒരു വിഷമം. സാരല്ല മോളെ, നോമ്പില്ലെങ്കിൽ എന്താ, ഭക്ഷണം കഴിക്കാലോ. ആങ്ങൾക്കും പെങ്ങൾക്കും പോലും ഒരു റൂമിൽ നമ്മൾ അന്യ ആളുകൾക്ക്, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലെ അകന്നവരും അടുത്തവരുമായ അന്യരായ ആളുകൾക്ക് കൂടെ നിൽക്കാൻ, അവരുടെ കൂടെ കഴിയാൻ നമ്മുടെ പെൺമക്കളെ അല്ലെങ്കിൽ നമ്മുടെ ആൺമക്കളെ നമ്മൾ അനുവദിക്കുന്നത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സമൂഹം ഇത് മനസ്സിലാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ദിശാബോധം നൽകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്. ഇതിന്റെ ഗൗരവം അറിയാതെ അള്ളാഹുവിന്റെ ശറഅ് ഇത്രയും ഗൗരവത്തിലാണ് ഈ വിഷയം കാണുന്നെന്ന് മനസ്സിലാക്കാതെ സംഭവിച്ചു പോയ തെറ്റുകൾ ഉണ്ടാകും. അള്ളാഹു ഇത് പുറത്തു തരട്ടെ. ചെയ്തു പോയ ചോദിച്ചു, അത് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം തന്നെയായിരുന്നു. ഒരന്യ പെണ്ണ് ഒരന്യ പുരുഷനോട് ആ സംസാരം ശറഅ് അനുവദിച്ചതല്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു. ആ പെണ്ണ് ചോദിച്ചു. അയാൾ മറുപടി കൊടുത്തു, പെണ്ണെ, അന്ന് ഞാൻ നിന്നെ കൊതിച്ചിരുന്നു, നിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു.
പക്ഷേ അന്നെന്റെ മനസ്സിൽ അല്ലാഹു എന്ന മെഹബൂബ് എന്റെ ഖൽബിലില്ലായിരുന്നു. ഇന്ന് ഞാൻ എന്റെ ഖൽബിൽ അള്ളാഹുവിനെ കൊണ്ട് നടക്കുന്നവനാണ്. അവനോട് സ്നേഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് പെണ്ണേ, നിന്റെ സൗന്ദര്യം കണ്ട് നിന്നെ ഞാൻ വിവാഹം ചെയ്യുകയും നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ഞാനത് നിന്നോട് ചെയ്യുന്ന പാതകമാണ്. നിന്നെ വിവാഹം ചെയ്ത് എന്റെ മെഹബൂബായ അള്ളാഹുവിന് വേണ്ടി ഉണ്ടായിരുന്ന നല്ല ചെറുപ്പക്കാരനായിരുന്ന ഒരാൾ കഥ. എന്നാൽ അയാൾക്ക് അല്ലാഹു വളരെ പെട്ടെന്ന് പശ്ചാത്തപിക്കാനുള്ള മനസ്സ് നൽകിയത് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാടിൽ നിന്ന്, ഇവിടെ നിന്ന്, പാറക്കടവ് നിന്ന്, നാദാപുരത്ത് നിന്ന്, കല്ലാച്ചിയിൽ നിന്ന്, നമ്മുടെ വടകരയിൽ നിന്നൊക്കെ വിദേശങ്ങളിൽ പോകുന്നവർ, വിവിധ സ്റ്റേറ്റുകളിലേക്ക് പോകുന്നവർ, വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ, നാട്ടിൽ നല്ല മക്കളായി ജീവിച്ച് ഒരൽപ്പം തിന്മയുടെ സാഹചര്യങ്ങളുള്ള ലോകത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഒരു അനുഭവം ഇതുമായി തുലനം ചെയ്ത് മനസ്സിലാക്കണം. ഗൾഫിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങൾ, ജോലി, തഖ്വയുള്ള ആളുകൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അവർക്ക് പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടായാൽ തദക്കറൂ വരാൻ. അതിനർത്ഥം എന്താണ്? ഇന്നല്ലദീന തഖൗ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളാണെങ്കിൽ തന്നെയും തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് ഞാൻ വളരെ ഉഷാറാണല്ലോ എന്ന് രണ്ടാളുകൾ അന്യരായ ആണോ പെണ്ണോ ഒരിടത്തായി കഴിഞ്ഞാൽ മൂന്നാമനായി അവരിൽ പിശാചുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചാരിത്ര ശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് ശത്രുക്കളുടെ കണ്ണിൽ വിലയുണ്ടാവില്ല. നമ്മുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, ആണും പെണ്ണും വ്യഭിചരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നിസ്കാരത്തിന്റെ വെളിച്ചം മുഖത്ത് കാണില്ല. നമ്മുടെ ശത്രുക്കളൊക്കെ ഒരു കാലത്ത് ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ കാണുമ്പോൾ ദൂരെ നിന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. യൗമൽ ഖിയാമ അഭിമാനമുണ്ടാവാൻ വേണ്ടി, ആളുകളുടെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ ഒരു പ്രത്യേകമായ വസ്ത്രം ശരീരത്തിൽ അണിഞ്ഞുകഴിഞ്ഞാൽ അത് കാരണം അല്ലാഹു പരലോകത്ത് നിന്ദതയും നിസ്സാരതയും പകരം നൽകുമെന്ന് പറഞ്ഞ ഹബീബിന്റെ മദ്രസയിൽ പഠിച്ചവരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് വസ്ത്രം മാറാനും 20ഓളം തുന്നുകളുണ്ടായിരുന്ന വസ്ത്രമാണ് മാറാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ ഭരണാധികാരിയല്ലേ? നിങ്ങളൊരു മദീനയിൽ നിന്ന് ഒട്ടകപ്പുറത്ത് നടന്നു വന്ന നമ്മളെ അഭിമാനികളാക്കിയത് ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ്, മുസ്ലിമായി ജീവിച്ചപ്പോഴാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലാണത് വേണ്ടത്. ആരാരും കാണാതെ റൂമിന്റെ ഉള്ളിൽ നടക്കുന്ന തിന്മകളിൽ ആ സമയമാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത്. ആരാരും കാണില്ല എന്ന തോന്നൽ ഉലമാ പറയുന്നു രണ്ടവസ്ഥകളാണ്. ഒന്ന്, അല്ലാഹു ജല്ല ജലാലു നിന്നെ കാണുന്നില്ല എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ നീ കാഫിറാണ്. അവസ്ഥയാണ് മനുഷ്യനുണ്ടാകുന്നത്. ഒരു മുസ്ലിമായ ആൾ ചിന്തിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു ഈ വാതിലടച്ച റൂമിലേക്ക് കാണില്ല എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ എനിക്ക് പേടിയാവുന്നു. എന്ത് പേടി? എന്റെ പാറാവുകാരൻ നിന്നെ ഇങ്ങോട്ട് കയറ്റിവിട്ടതല്ലേ, എന്തിനാ പേടി? എനിക്കെന്റെ റബ്ബിനെ പേടിയാവുന്നു, എനിക്കെന്റെ അള്ളാഹുവിനെ ഓർമ്മ വരുന്നു. പേടിച്ചു വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. വ്യഭിചാരമെന്ന തിന്മ നടക്കാൻ പോകുമായിരിക്കെ അള്ളാഹുവിനെ ഓർത്ത് എഴുന്നേൽക്കുകയാണ്. മൻ തറക ശൈഅൻ ലില്ലാഹ് അവദഹു അല്ലാഹു ഖൈറൻ മിൻഹു. ആ മനുഷ്യൻ അള്ളാഹു രക്ഷിക്കുന്ന നേരം നോക്കണം. അയാൾ എഴുന്നേറ്റ് തന്റെ കുപ്പായം മാറ്റി പോകാൻ നിൽക്കുമ്പോ പെണ്ണ് പറഞ്ഞു, പോവല്ലേ, എനിക്കും തൗബ ചെയ്യാൻ തോന്നുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്തുകൂടെ? ഞാനും തൗബ ചെയ്യുന്നു, നിങ്ങളും തൗബ ചെയ്യുന്നു, ഞാൻ ഈ പണിക്കിനി പോകുന്നില്ല, നിങ്ങൾക്ക് എന്നെ സ്വീകരിച്ചുകൂടെ? അയാൾ പറഞ്ഞു, പെണ്ണേ ഞാൻ പോകുന്നു, ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല, നന്മ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചല്ലേ ഞാൻ മരിച്ചു പോകുന്നത്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ നിൽക്കുമ്പോ പെണ്ണ് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുമായുള്ള വിവാഹം ഉറപ്പിക്കും. ആ ചെറുപ്പക്കാരനെ പേടിപ്പിക്കണ്ട, വെള്ളം കൊടുത്താൽ കൂലി കിട്ടുമെന്നാ പറഞ്ഞത്. ഒരു വേശ്യാവൃത്തി ചെയ്തൊരു പെണ്ണ് സ്വർഗം കിട്ടാൻ കാരണമായത് നായക്ക് വെള്ളം കൊടുത്തപ്പോഴാണ്. അപ്പൊ അതിന് ബുദ്ധിമുട്ടാക്കണ്ട, അത് വെള്ളാവണമെന്ന് തോന്നുന്നു. വിവാഹം ചെയ്യാൻ സാധിച്ചില്ല. ഇന്നി സക്കാഹ അൻത വലിയുഹാ വ മൗലാഹാ.
അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹ, എന്റെ ശരീരത്തിന് നിന്നോടുള്ള ഭയപ്പാട് നീ നൽകണേ തമ്പുരാനെ. വസക്കിഹ, എന്റെ ശരീരത്തെ നീ നന്നാക്കി തരണേ, സംസ്കരിക്കണേ. അൻത ഖൈറു മൻ സക്കാഹ, നീയാണല്ലോ ഏറ്റവും കൂടുതൽ സംസ്കരണം ചെയ്യാൻ കഴിവുള്ളവരും നിനക്കാണ് തമ്പുരാനെ. അതുകൊണ്ട് എന്റെ ശരീരം ഒരാഗ്രഹം വെക്കുമ്പോ ആ ആഗ്രഹം തെറ്റാണെങ്കിൽ ആ തെറ്റിന് പിന്തിരിയാനും, ആ ആഗ്രഹം നന്മയാണെങ്കിൽ ധൈര്യമായി നന്മയിലേക്ക് മുന്നിട്ടിറങ്ങാനും നീ എന്നെ സഹായിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണിത്. അവസാനമായി ഈ ഒരു ദുആ കൂടെ പഠിച്ചു വെക്കണം നമ്മൾ. ഓർമ്മയുള്ളവർ ഓതിക്കൊണ്ടിരിക്കുക, ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ആതി നഫ്സി